മരണപ്പെട്ടു പോയ സുഹൃത്തിന് ബാഷ്പാഞ്ജലികൾ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ഒരു വിയോഗത്തിന് എത്രയും പെട്ടെന്ന് തന്നെ കരകയറാൻ സാധിക്കട്ടെ. അമേരിക്കക്കാരനായ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സ്വിമ്മർ ഉണ്ട്. അദ്ദേഹം ഏത് ടൈപ്പ് സ്വിമ്മിങ്ങിലും വലിയ പ്രാവീണ്യമുള്ള ആളാണ്. മിഖായൽ ഫ്രെഡ് ഫിലിപ്പ് ഏകദേശം 75ഓളം ലോക കിരീടങ്ങൾ സ്വന്തമാക്കിയ വ്യക്തിയാണ്. ഫ്രീ സ്റ്റൈലിലും സ്ട്രോക്കിലും ബട്ടർഫ്ലൈസിലും ഏതൊക്കെ രീതിയിൽ നീന്തൽ പറ്റുമോ അതിലൊക്കെ പ്രാവീണ്യം നേടിയിച്ച ഒരാൾ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. അതിൽ ചില ഇന്റർവ്യൂസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് പരിചിതമല്ലാത്ത ഒരു പോണ്ടുകളിലും ഒരു കയങ്ങളിലും ഒരു ലേക്കുകളിലും അദ്ദേഹം ഇറങ്ങാറില്ല. എന്തിന്? നല്ല ആഴമുള്ള സ്വിമ്മിംഗ് പൂളിൽ പോലും ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഇറങ്ങാറില്ല. എല്ലാ നദികളും വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ കുഴികളും ഒരുപോലെയല്ല. അതിന്റെ സ്വഭാവം ഒരുപാട് വ്യത്യാസമുണ്ട്. പല യാത്രകളിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഒരുപാട് വാർത്തകളും ഒരുപാട് മരണങ്ങളും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു പൊതുവെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ശീലം. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, നമ്മളത് ഓവർ കോൺഫിഡൻസ് ആണ്. നമുക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് നീന്താൻ അറിയാം എന്നുള്ളത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ നമ്മൾ പല ആളുകളെയും ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. അവിടെയുള്ള ലോക്കലിലുള്ള ആളുകൾ അവരെ മുന്നറിയിപ്പ് കൊടുത്താലും പക്ഷെ അതൊന്നും അവർ വകവെക്കില്ല. കാരണം അവർക്ക് നീന്താൻ അറിയാം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. വെള്ളത്തിന് മുകളിലുള്ള കാറ്റിന്റെ ഗതി പോലും വെള്ളത്തിനടിയിലുള്ള ഒഴുക്കിനെ സ്വാധീനിക്കുമെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിൽ ചാടി കുളിക്കാതെ നിൽക്കുക. എല്ലാവരും ഒരുമിച്ച് കുളിക്കുകയാണെങ്കിൽ, വലിയൊരു ഗ്രൂപ്പായിട്ടൊക്കെ കുളിക്കുകയാണെങ്കിൽ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തി മാത്രം ഇറങ്ങുക. പ്രത്യേകിച്ച് നീന്തൽ അറിയാത്ത ആളുകൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാനേ പാടില്ല. കാരണം പല സ്ഥലങ്ങളിലും ചതിക്കുഴികൾ ഒരുപാടുണ്ട്. നമ്മൾ ഈ മുകളിൽ കാണുന്ന വെള്ളം പോലെയല്ല, അത് ഇന്നർ വേവ്സ് ഉണ്ട്. ചില സ്ഥലങ്ങളിലെ വെള്ളങ്ങൾക്ക് ഇന്നർ വേവ്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും പരിചയമല്ലാത്ത രീതിയിലുള്ള വേവ്സ് ഉണ്ടാവും. നമ്മുടെ കാലിന് ചെറിയൊരു മസിൽ പെയിൻ വന്നാൽ മതി, മസിൽ ഒന്ന് പ്രശ്നമാക്കിയാൽ മതി, നമുക്ക് പിന്നീട് തിരിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. ഏറ്റവും സേഫായിട്ട് സ്ഥലങ്ങളിൽ പോയിട്ട് മാത്രം ഇറങ്ങുക. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടും സങ്കടകരമാണ്.